നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏകദേശം 10.5 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലവഴിച്ചത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ ആയിരക്കണക്കിന് രൂപയാണ് ചിലവഴിക്കപ്പെടുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാത്രം ചിലവാണ്. എന്നാൽ ഇതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ചിലവ് കൂടി കൂട്ടുമ്പോൾ അത് വലിയൊരു സംഖ്യയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പണം എറിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്ഥാനാർത്ഥികളുടെ ചിലവിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടികൾക്ക് നിയന്ത്രണമില്ല. ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ ഒരു ജനാധിപത്യ പ്രക്രിയയായി മാറുന്നതിന് പിന്നിലുള്ളതും ഇതേ ചെലവുകളുടെ ബാഹുല്യം തന്നെയാണ്. കഴിഞ്ഞ ഏതാനും പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ ചിലവഴിച്ച തുക അത് പല രാജ്യങ്ങളുടെയും GDPക്ക് പോലും തുല്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ 1.20 ലക്ഷം കോടി രൂപയിലധികം ചിലവഴിച്ചേക്കും എന്നാണ് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ കണക്കുകൂട്ടൽ. ഈ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ ലോകത്തെ ഏറ്റവും ചിലവേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരിക്കും 2024 ഇന്ത്യയിൽ നടന്നതെന്ന് കൂടി പറയേണ്ടി വരും. അസോസിയേഷൻ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം 2014 തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 6405 കോടി രൂപയുടെ ഫണ്ട് ശേഖരിച്ചിരുന്നു. ഇതിനായി 2591 കോടി രൂപ ചിലവഴിക്കുകയും ചെയ്തു. അസോസിയേഷൻ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം 2014 തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 6405 കോടി രൂപയുടെ ഫണ്ട് ശേഖരിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 7 ദേശീയ പാർട്ടികൾ 5544 കോടി രൂപയുടെ ഫണ്ട് സമാഹരിച്ചതായി കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ BJP മാത്രം സമാഹരിച്ചത് ഏകദേശം 4057 കോടി രൂപയാണ്. കോൺഗ്രസിന് 1167 കോടി രൂപയുടെ ഫണ്ട് ലഭിച്ചു. 2019 1142 കോടി രൂപയാണ് BJP ചിലവഴിച്ചത്. അതേസമയം 626 കോടി രൂപയിലധികമാണ് കോൺഗ്രസ് പാർട്ടി ചിലവഴിച്ചത്. ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി മുടക്കുന്ന ഏകദേശം തുകയുടെ ഒരു രൂപം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പണ്ടൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു മോഡലുള്ള പോസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആഴ്ചയിൽ തന്നെ 3-4 പോസ്റ്ററുകൾ മാറി മറിഞ്ഞു വരുന്നുണ്ട്. പുതിയ ട്രെൻഡ് അനുസരിച്ച് തന്നെ സ്ഥാനാർത്ഥികളും സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പോസ്റ്ററുകളുടെ ക്വാളിറ്റി പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 2019 1142 കോടി രൂപയാണ് BJP ചിലവഴിച്ചത്. അതേസമയം 626 കോടിയിലധികം രൂപയാണ് കോൺഗ്രസ് പാർട്ടി ചിലവഴിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ 3 കാര്യങ്ങൾക്കാണ് ഏറ്റവും അധികം ഫണ്ട് ചിലവാക്കുന്നത്. ആദ്യത്തേത് പബ്ലിസിറ്റിയാണ്, രണ്ടാമത്തേത് സ്ഥാനാർത്ഥികൾക്കായാണ്, മൂന്നാമത് ഇവർക്കൊക്കെയുള്ള യാത്രയുടെ ഭാഗമാണ്. നമുക്കറിയാം നിലവിൽ പഴയ രീതികളൊന്നുമല്ല പാർട്ടികൾ പിന്തുടരുന്നത്. ഒരാഴ്ച തന്നെ 3-4 പോസ്റ്ററുകൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുവരുകളിൽ നിറയാറുണ്ട്. ഈ പോസ്റ്ററുകളുടെയും മറ്റും ക്വാളിറ്റി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് താനും. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യം ചെയ്യൽ അതിനും വലിയൊരു തുക തന്നെ ഈ കാലഘട്ടത്തിൽ പാർട്ടികൾ ചിലവഴിക്കുന്നുണ്ട്. മാത്രമല്ല മെഗാ ഷോകൾ, സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ, ഇതിനൊക്കെയും സ്ഥാനാർത്ഥികൾക്ക് പണം ചിലവാകാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല മറിച്ച് സ്ഥാനാർത്ഥികൾ സ്വകാര്യമായി പോലും ഈ ചിലവുകൾ വഹിക്കാറുമുണ്ട്. എന്തായാലും പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ചിലവഴിച്ച തുക അത് കേൾക്കുമ്പോൾ തന്നെ ജനം തലയിൽ കൈവയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇനിയും പണം പൊട്ടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.